ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നൊരു കുഞ്ഞു ക്രാഫ്റ്റാണ്. അതിനു വേണ്ടി ഞാനൊരു റിബൺ കട്ട് ചെയ്യുവാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുവന്ന റിബണാണ്. കണ്ടല്ലോ, ചുവന്ന റിബണിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ റോസ് കളറിലുള്ള കത്രികയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ ലൈറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തുമ്പ് ഉരുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സൂചി വെച്ചിട്ട് കുനുകുനാന്ന് തയ്ക്കുവാണ്. കണ്ടല്ലോ, ഇങ്ങനെ വേണം ഇത് ചെയ്യാൻ. നല്ല രസമില്ലേ? ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കുഞ്ഞു പൂവ് ഉണ്ടാക്കുന്നു, ചുവന്ന നിറത്തിലുള്ള ഒരു കുഞ്ഞു പൂവ്. ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനത് നട്ടുപിടിപ്പിച്ച പുല്ലാണ്, പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് പുല്ലായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഞാൻ നൂല് കൊരുത്ത് നല്ല ഭംഗിയായിട്ടൊരു പുഷ്പം ഉണ്ടാക്കുവാണ്. കൈകൾ നല്ല വേഗത്തിലായതുകൊണ്ട് എളുപ്പത്തിൽ ആ ഒരു പുഷ്പം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ആ പുഷ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഈസിയാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് ലൈറ്റർ കൊണ്ട് ആ നൂലൊന്ന് ഒരു ഷേപ്പിലോട്ടങ്ങ് വിടർത്തി എടുക്കുക. സിമ്പിൾ പരിപാടി, കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് മുത്ത് മേടിച്ചു. ആ മുത്തും ഞാൻ കാണിച്ചു തരുവാണ്. അതും കൂടി നമുക്ക് ഇതിലോട്ട് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാം. ശകലം ഗ്ലൂ ഓയിൽ തേക്കുക, പിന്നെ അതിലോട്ടൊരു മുത്ത് പതിപ്പിക്കുക. എളുപ്പമല്ലേ? ഈസി ക്രാഫ്റ്റ് ആണല്ലോ, കാണാൻ നല്ല ഭംഗിയില്ലേ? പിന്നെ നമുക്കൊരു സ്ലൈഡ് എടുക്കാം. ആ സ്ലൈഡിലേക്ക് അല്പം പശ തേക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പുഷ്പം അതിലോട്ട് അറ്റാച്ച് ചെയ്യാം. ഇത് തലയിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ. സിമ്പിളല്ലേ? കുഞ്ഞു ഡിസൈനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.